ലത്തീൻ സഭ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചേക്കും. വിൻസെന്റിനെ മന്ത്രിയാക്കാത്തതിൽ ലത്തീൻ സഭയ്ക്ക് കടുത്ത അതൃപ്തി. നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചേക്കും. പരസ്യ പിന്തുണ നൽകിയിട്ടും വേണ്ട പരിഗണന കിട്ടിയില്ലെന്ന് സഭാ നേതൃത്വം അറിയിച്ചു. നേരത്തെ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയ്ക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചതിൽ കോഴിക്കോട്ടും പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. മന്ത്രിസ്ഥാനത്തിന് അബ്ദുള്ള അർഹനാണെന്നും എന്നാൽ അദ്ദേഹത്തെ തഴയുന്നത് വഞ്ചനയാണെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയത്. മുസ്ലിം ലീഗിൽ ടേം വ്യവസ്ഥ പ്രകാരം പാറക്കൽ അബ്ദുള്ള 2.5 വർഷത്തിനു ശേഷം മന്ത്രിയാകുമെന്നാണ് തീരുമാനം. അതേസമയം UDF മന്ത്രിമാരുടെ പേരുകൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. 11 പേരാണ് കോൺഗ്രസിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തോടൊപ്പം ധനകാര്യം, തുറമുഖം വകുപ്പുകളും VD സതീശനാണ് കൈകാര്യം ചെയ്യുക. നിയമവകുപ്പും മുഖ്യമന്ത്രിക്കായിരിക്കുമെന്നാണ് വിവരം. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ ഏറ്റെടുത്ത മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുകയായിരുന്ന ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പ് നൽകാമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതാക്കൾ അനുനയിപ്പിച്ചത്. ഇവരെ കൂടാതെ സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിശ്വനാഥ്, T സിദ്ദിഖ്, OJ ജനീഷ്, ബിന്ദു കൃഷ്ണ, റോജി M ജോൺ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ് എന്നിവരും മന്ത്രിമാരാകും. മുസ്ലിം ലീഗിൽ നിന്ന് 5 MLA മാരും മന്ത്രിസഭയിലെത്തും. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, PE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാരാകുക. 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാറക്കൽ അബ്ദുള്ള ടേം വ്യവസ്ഥയിൽ മന്ത്രിയാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു.